നമുക്കൊപ്പം ഇപ്പോൾ അതിഥിയായി രാഷ്ട്രീയ നിരീക്ഷകൻ മോഹൻ വർഗീസ്, ഡോക്ടർ മോഹൻ വർഗീസ് ചേരുന്നുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, സ്വാഗതം. ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാവരും വലിയ ആകാംക്ഷയിലാണ്, പ്രതീക്ഷയിലാണ്. കണക്ക് കൂട്ടിയും കിഴിച്ചും ഇരിക്കുകയാണ് മുന്നണികൾ. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ചില ഏറ്റവും ഒടുവിൽ വന്ന എക്സിറ്റ് പോളൊക്കെ ഒരു തൂക്ക് സഭ എന്നൊരു പ്രവചനമൊക്കെ നടത്തുന്നുണ്ട്. താങ്കൾ കരുതുന്നുണ്ടോ കേരളത്തിൽ ഒരു തൂക്ക് സഭ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകുമെന്ന്? ആദ്യം തന്നെ എൻ്റെ നിഗമനം പറയട്ടെ, തൂക്ക് സഭയുടെ സാധ്യതകൾ തുലവും പരിമിതം മാത്രമാണ്. ഒരു ഹാങ് അസംബ്ലി ഉണ്ടാകണമെങ്കിൽ മൂന്നാമത്തെ മുന്നണിയായ NDA ഒരു 8 മുതൽ 10 വരെ സീറ്റ് പിടിക്കണം. ആ രീതിയിൽ കാര്യമായ സർവേകളൊന്നും പറയുന്നില്ല. ഒരു സർവേ മാത്രമാണ് തൂക്ക് സഭയുടെ സാധ്യതകൾ. 11 സീറ്റ് വരെ ഈ ഒരു പുതിയ സംവിധാനത്തിലേക്ക് വരാം. അതായത് NDA മുന്നണിക്ക് 11 സീറ്റ് വരെ വരാം എന്ന് പറയുമ്പോൾ UDF-നോ LDF-നോ ഭൂരിപക്ഷം ലഭിക്കാത്ത ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് ഒറ്റ സർവേ മാത്രമാണ്. കൂടുതലും സർവേകൾ പറയുന്നത് UDF-ന് വ്യക്തമായ ഭൂരിപക്ഷം, എന്നാൽ തരംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ പ്രകടമല്ല. ഇനി നോക്കൂ, ഈ സാധ്യതാപരമായി എങ്ങനെ നോക്കണം? ഒരു തൂക്കസഭ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ UDF-നും LDF-നും സമാനമായ നമ്പേഴ്സ് ഏതാണ്ട് 68ഓ 69ഓ നമ്പർ വീതം കിട്ടുന്നു, 3-4 സീറ്റുകൾ BJP-ക്കും ലഭിക്കുന്നു എങ്കിൽ പോലും സാങ്കേതികമായ അർത്ഥത്തിൽ അതൊരു തൂക്കസഭയാണ്. പക്ഷേ കേരള കോൺഗ്രസുകൾ, ചെറു പാർട്ടികൾ ഉള്ളിടത്തോളം കാലം BJP ഭരണത്തിൽ വരുന്നില്ല, ഒരിക്കലും ഭരണത്തിൽ വല്ല 3-4 സീറ്റ് ലഭിച്ചാൽ വരില്ല. അപ്പോൾ BJP എതിർക്കാൻ എന്ന വ്യാജേന അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി കൃത്യമായ എണ്ണം തികയ്ക്കാൻ സാധിക്കും എന്നതുകൊണ്ട് ഒരു തൂക്കസഭയുടെ സാധ്യത പൂർണ്ണമായി റൂൾ ഔട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പോൾസ്റ്റേഴ്സ് എല്ലാം പറയുന്നത് ആ രീതിയിലാണ്. ഒരു വയബിൾ മൂന്നാം മുന്നണി എന്ന നിലയിൽ NDAക്ക് പ്രവർത്തിക്കണമെങ്കിൽ കൃത്യമായ വോട്ട് ഷെയർ ഉണ്ടാകണം. ഒരു 35 സീറ്റ് വരെ ലഭിക്കുമെന്നാണ് 2021 തെരഞ്ഞെടുപ്പിൽ അന്നത്തെ BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ പറഞ്ഞത്. പക്ഷേ അതുണ്ടായില്ല എന്ന് മാത്രമല്ല, ഒരു സീറ്റും ലഭിക്കുന്ന ഒരു സാഹചര്യം. ആത്മവിശ്വാസം 35 സീറ്റ് കിട്ടിയാൽ കേരളം ഞങ്ങൾ ഭരിക്കുമെന്നായിരുന്നു. അതെ, അത് വലിയൊരു ആത്മവിശ്വാസമല്ലേ. കേരളം ഭരിക്കണമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം BJP മുഖ്യമന്ത്രി ഉണ്ടാവുകയും മറ്റു കക്ഷികളിൽ നിന്നും കാര്യമായ ഒരു ഇളകിപ്പോക്കൽ ഉണ്ടാവുകയും അവരോടെല്ലാം തന്നെ NDAയോടൊപ്പം ചേരുകയും ചെയ്യുമെന്നത് അതൊരു ഊതിപ്പെരുപ്പിച്ച ഒരു കണക്ക് മാത്രമാണ്. അതുകൊണ്ട് യാഥാർത്ഥ്യാധിഷ്ഠിതമായി വരുമ്പോൾ കേരളത്തിലെ ജനസംഖ്യയുടെ 18% ക്രൈസ്തവരാണ്, 27% മുസ്ലിങ്ങളാണ്. അവിടെ നിന്നൊക്കെ കിട്ടാവുന്ന BJP കിട്ടാവുന്ന ഒരു വോട്ട് ഷെയർ വളരെ കുറവാണ്. ഇവിടെ 5 വ്യത്യസ്തമായ സമുദായങ്ങളുടെ വോട്ടുകളെ കുറിച്ച് ഒപ്പീനിയൻ പോളുകൾ, അതുപോലെ എക്സിറ്റ് പോളുകൾ പറയുന്നു. അതിൽ തന്നെ ആക്സിസ് മൈ ഇന്ത്യയിൽ പറയുന്ന ഒരു കണക്കനുസരിച്ച് നായർ സമുദായത്തിൻ്റെ ഒരു നല്ല പങ്ക്, അതായത് 38% വരെ നായർ സമുദായത്തിൻ്റെ വോട്ട് BJP-ക്ക് ലഭിക്കാം. അതാണ് സിംഗിൾ ലാർജസ്റ്റ് കമ്മ്യൂണിറ്റി സപ്പോർട്ട് എന്ന് പറയുന്നത്. അതേസമയം LDF-നും ലഭിക്കും 28%, UDF-നും 32% ലഭിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ ഈ ക്രൈസ്തവരുടെ വോട്ട് 18, കേരളത്തിലെ ജനസംഖ്യയുടെ 18% എന്ന ക്രൈസ്തവരുടെ വോട്ടിൻ്റെ സിംഹഭാഗവും മെജോറിറ്റി UDF-ന് അനുകൂലമാണ്. 58-59% എന്നാണ് കണക്ക് വരുന്നത്. അതുപോലെ മുസ്ലിങ്ങളുടെ മഹാഭൂരിപക്ഷവും 60%-ലധികവും UDF-ലേക്ക് സ്വാംശീകരിക്കപ്പെടുന്നു. എന്നാൽ ഈഴവ സമുദായത്തിൻ്റെ വോട്ടിൻ്റെ ഒരു നല്ല പങ്ക് 40-45% LDF നിലനിർത്തുന്നു എന്നും അവിടെ BJP ചെറിയ മെച്ചമുണ്ടാക്കിയിട്ടുണ്ട്. മുൻകാലങ്ങളേക്കാൾ ഈഴവ സമുദായത്തിലേക്ക് BJP ഇൻറോഡ്സ് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന നിഗമനമുണ്ട്. അപ്പോൾ ഇത് ദളിത് സമുദായത്തിൻ്റെ വോട്ട് ബേസ് ഇടതുപക്ഷത്തോടൊപ്പം കൂടുതലും ഉറച്ചു നിൽക്കുന്നു എന്ന് കാണാം. അതുകൊണ്ട് 4 പാടും ചിതർന്നു എന്നതിനേക്കാൾ കൂടുതൽ മൈനോറിറ്റി കൺസോളിഡേഷൻ, ന്യൂനപക്ഷ ഏകീകരണം UDF-ന് അനുകൂലമായി വരുന്നു. അതിൻ്റെ ബലത്തിലാണ് പ്രൊജക്ഷൻസ് എല്ലാം. അതുപോലെ തന്നെ ഇടതുപക്ഷം നഷ്ടപ്പെട്ട ഈഴവ വോട്ടിൽ ചെറിയൊരു ഭാഗം ഇടതുപക്ഷത്തേക്ക് തിരിച്ചെത്തുന്നു. വലിയ ഭാഗമല്ല, ചെറിയ പങ്ക് എത്തുന്നു എന്നും പറയാം. അതുകൊണ്ട് കമ്മ്യൂണിറ്റി കണക്കിൽ മാത്രം വെച്ചിട്ട് നമുക്ക് വിശകലനം ചെയ്യാനാവില്ല. അപ്പോഴാണ് മറ്റു പാരാമീറ്റേഴ്സ് വരുന്നത്. വികസനം ആഗ്രഹിക്കുന്ന ആളുകൾ, ചെറുപ്പക്കാര ജെൻസി വിഭാഗത്തിലെ ആളുകൾ, അതുപോലെ വനിതകൾ എത്രത്തോളം ഏത് മുന്നണിക്ക് വോട്ട് ചെയ്തു, ഇവിടെ എല്ലാം തന്നെ BJP-ക്ക് 2ാം സ്ഥാനത്തേക്ക് വരാൻ കഴിയുന്നില്ല എന്നതാണ്. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ നിയമസഭാ സെഗ്മെന്റിലേക്ക് പ്രൊജക്റ്റ് ചെയ്താൽ 20 സീറ്റിൽ BJP-ക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ അന്ന് ലഭിച്ച 19.87% വോട്ട് ഷെയർ BJP-ക്ക് ഇപ്രാവശ്യം അല്ലെ NDAക്ക് ഇപ്രാവശ്യം കേവലം 15% മാത്രമേ ഉണ്ടാകൂ എന്നാണ് എക്സിറ്റ് പോളുകളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അത് ഒരു രീതിയിലും ഒരു കേരളത്തിലെ സമഗ്രമായ ചിത്രത്തിലേക്ക് വരുമ്പോൾ 1-2 സീറ്റുകൾ, അത് പ്രത്യേകിച്ചും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന നിയമം അല്ലെങ്കിൽ കഴക്കൂട്ടം മുതലായ സീറ്റുകളിലേക്ക് മാത്രം ഒതുങ്ങുന്നു എന്ന ഒരു ചിന്തയാണ് എക്സിറ്റ് പോളുകൾ കൂറിയിടുന്നത്. അല്ല എങ്കിൽ കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ ചില ബെൽറ്റുകൾ വന്നാൽ, മഞ്ചേശ്വരം, പാലക്കാട് അങ്ങനെയൊക്കെ വന്നാൽ
ചില സാധ്യതകൾ തുറന്നിടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു രീതിയിലും BJP അല്ലെങ്കിൽ NDA ഒരു മൂന്നാം കക്ഷി എന്ന നിലയിൽ ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കി എന്നല്ലാതെ ഭരണത്തിലേക്ക് വരുമെന്ന് ചിന്തിക്കുന്നില്ല. ഒരു തൂക്ക് സഭ സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും ഇപ്പോൾ കരുതാനാവില്ല. ശരി, ശ്രീ മോഹൻ വർഗീസ്, ഇപ്പൊ താങ്കൾ മുസ്ലിം കൺസോളിഡേഷനെ കുറിച്ച് സംസാരിച്ചു. അപ്പം കേരളത്തിൽ ഉടനീളം ഒരു മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് വെള്ളാപ്പള്ളിയുടെ പരാമർശവുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിം വോട്ടുകളുടെ ഒരു ഏകീകരണം ഉണ്ടായിട്ടുണ്ട്. അത് മലബാർ മേഖലയിൽ മാത്രമല്ല ഉടനീളം ഉണ്ടായിട്ടുണ്ട് എന്ന് ചിലർ വിലയിരുത്തുന്നുണ്ട്. ഇപ്പം രണ്ട് സർവേ എക്സിറ്റ് പോളുകൾ നോക്കുക. അപ്പൊ വോട്ട് വൈബ് മുസ്ലിങ്ങളുടെ ശതമാനം LDF കൊടുക്കുന്നത് 34%. അതോടൊപ്പം തന്നെ പിന്നെ ചെയ്തത് ആക്സസ് മൈ ഇന്ത്യയാണ്. ആക്സസ് മൈ ഇന്ത്യ മുസ്ലിം സമുദായത്തിന്റെ LDF കൊടുക്കുന്നത് 31%. ഈ CDS ഈ കഴിഞ്ഞ, അതായത് 2006 മുതൽ 2021 വരെയുള്ള അസംബ്ലി ഇലക്ഷൻസിന് ഒരു പെർസെൻറ്റേജ് കണക്ക് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. അതിൽ നോക്കൂ, മുസ്ലിം എപ്പോഴും LDF കൊടുക്കുന്നത് 34% തന്നെയാണ്. അപ്പോൾ ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഒരു മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടായി എന്ന് പറയുമ്പോൾ, അതായത് നിലവിൽ വന്നിരിക്കുന്ന രണ്ട് എക്സിറ്റ് പോളുകളും എത്ര ശതമാനമാണോ കൊടുക്കുന്നത്, ഇത് മുതൽ 2006 മുതൽ 2021 വരെയുള്ള 4 അസംബ്ലി ഇലക്ഷൻസിന്റെ ശതമാനം എടുക്കുമ്പോൾ ശരാശരി അതേ രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത്. അല്ല, അത് പൊതുവെ അങ്ങനെ ഞാൻ ആ റിപ്പോർട്ടുകൾ കണ്ടതാണ്. അതായത് 30 മുതൽ 35% വരെ പിന്തുണ മാത്രമേ ഇടതുപക്ഷത്തിന് മുസ്ലിം സമുദായത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളൂ. അത് 2000-കളിലെ ചിത്രമാണ്. 2000 മുതൽ 2020 വരെയുള്ള ഒരു ചിത്രമാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ മാറ്റം ഈ അടുത്ത സമയത്ത് സംഭവിച്ചു എന്നാണ് പറയുന്നത്. അതായത് 30% ഒരു 38 39 ശതമാനമായി, അല്ല 35% എന്നത് 29 28% മാറുമ്പോൾ തന്നെ മുസ്ലിം ജനസാമാന്യത്തിൻ്റെ ഒരു 7-8%. ഇപ്പോൾ സൂചന പറയുന്നത് 17%. ഇപ്പോൾ എക്സിറ്റ് പോളുകൾ പറയുന്നത് മുസ്ലിം വോട്ടേഴ്സിന്റെ 17% ഇടതുപക്ഷത്തിൽ നിന്നും UDF-ലേക്ക് പോയി എന്നാണ് പറയുന്നത്. അതേപോലെ ക്രൈസ്തവരുടെ 9% ഇടതുപക്ഷത്തിൽ നിന്നും UDF-ലേക്ക് പോയി എന്നാണ് പറയുന്നത്. അതാണ് ഇപ്പോഴത്തെ കണക്കുകൾ. അതായത് ഈ സമഗ്രമായ കണക്കുകൾ പുതിയ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുമ്പോൾ there was a shift in the Muslim vote from LDF to UDF. ഒരിക്കലും മുസ്ലിം വോട്ട് BJP-യിലേക്ക് പോവില്ല. പരമാവധി 4% മുസ്ലിം വോട്ട് മാത്രമേ BJP-ക്ക് പ്രതീക്ഷിക്കാനാവൂ. പരമാവധി 9% ക്രിസ്ത്യൻ വോട്ട് മാത്രമേ BJP-ക്ക് പ്രതീക്ഷിക്കാവൂ. അതൊരു പക്ഷേ FCRA-യുടെ ഒരു നൂലാമാലകൾ അത് ക്രിസ്ത്യൻ സമുദായത്തെ ഒന്ന് മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു എന്നുകൂടി കരുതാം. അതുകൊണ്ട് 2006 മുതൽ 2021 വരെ കണക്കുകൾ വെച്ചിട്ട് ഒരു 30 മുതൽ 35% വരെ LDF പിന്തുണ എന്നത് ഒരു പക്ഷേ ശരിയായിരിക്കാം. പക്ഷേ ഇപ്രാവശ്യം അതിനേക്കാൾ കുറയുകയും ഒരു സ്വിംഗായി വരികയാണെങ്കിൽ ഏതാണ്ട് 70%-ഓടടുപ്പിച്ച് UDF-ന് അനുകൂലമായി. ഇപ്പം 66 മാത്രമാണ് പറയുന്നത് പരമാവധി, 66-68 മാത്രമാണ് പല സർവേകളും പറയുന്നത്. പക്ഷേ അത് 70 കടന്നു പോകാൻ, കാരണം സ്വിംഗ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ ഒരു സ്വിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു പക്ഷേ കൂടുതൽ ഈ മൊമെൻറ്റം ഗെയിൻ ചെയ്യുന്ന ഒരു കാഴ്ച കാണാം. അങ്ങനെ വന്നാൽ മലബാർ മേഖലയിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണ, ഷാഫി ഇഫക്ട്, കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവായി അക്സെപ്റ്റബിൾ ഒരു മലബാർ മുസ്ലിം ഫേസായി ഷാഫി പറമ്പിൽ വരികയാണ്. ഒരു പാൻ കേരള ഇമേജ് മുസ്ലിങ്ങൾക്കിടയിൽ കൂടി വരികയാണ് ഷാഫി പറമ്പിലിന്. അപ്പോൾ ആ ഒരു ഷാഫി മാജിക് എന്ന് കൂടി വേണമെങ്കിൽ പറയാം. അത് മലബാറിന്റെ സമഗ്രമായ ചിത്രത്തെ മാറ്റിമറിക്കാൻ പര്യാപ്തമാണ്. കോഴിക്കോട് ജില്ലയാണ് ഒരുപക്ഷെ ഒരു ബാറ്റിൽ ഫീൽഡ് സ്റ്റേറ്റ് ജില്ലയായി വരുന്നത്. കോഴിക്കോട് ഒരു ചിത്രം എന്ന് പറയുന്നത് 13 സീറ്റിൽ വലിയ നമ്പർ UDF-ലേക്ക്, LDF-ൽ നിന്നും UDF-ലേക്ക് കുത്തൊഴുക്കുണ്ടാകുമെന്നാണ് പ്രവചനം വരുന്നത്. മലപ്പുറത്തെ കാര്യമായ മാറ്റമൊന്നുമില്ല, അത് UDF ജില്ല തന്നെയാണ്. വയനാടൊക്കെ UDF-ന് മേൽക്കോയ്മയുള്ള സ്ഥലമാണ്. അവിടെയല്ല, കോഴിക്കോടാണ് യഥാർത്ഥത്തിൽ. കണ്ണൂരെ 2-3 സീറ്റുകൾ അധികപ്പറ്റ് വന്നേക്കാം. തൃശ്ശൂർ പോലും 2 സീറ്റുകൾ അധികപ്പറ്റ് വന്നേക്കാം UDF-ന്. പാലക്കാട് ജില്ലയിൽ കാര്യമായ മാറ്റം UDF-ന് അനുകൂലമായി. അവിടെയും ചെറിയ മുസ്ലിം സാന്നിധ്യം ഒരു ഗുണകരമായി വരാം. മധ്യ കേരളത്തിൽ ക്രൈസ്തവ വോട്ടുകൾ, പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം 5 സീറ്റും LDF നേടിയതാണ്. അത് ഇപ്രാവശ്യം ഒരുപക്ഷെ നേരെ തിരിഞ്ഞു വരാം. 4-1 എന്ന നിലയിൽ അല്ലെങ്കിൽ 3-2 എന്ന നിലയിൽ കൃത്യമായിട്ട് വരാവുന്നതേ ഉള്ളൂ. ഇടുക്കി ജില്ലയിൽ 5 സീറ്റിൽ വലിയ രീതിയിൽ UDF-ന് മേൽക്കൈ പറയുന്നു. ഇതെല്ലാം തന്നെ ക്രൈസ്തവ വോട്ടിൻ്റെ ഷിഫ്റ്റാണ് എക്സിറ്റ് പോൾ ഫലം അനുസരിച്ച് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് മുസ്ലിം ക്രൈസ്തവ കൺസോളിഡേഷൻ ഒരുമിച്ചുണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും അതിനുള്ള കാരണം വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകളാണ്. മുസ്ലിം കൺസോളിഡേഷൻ, ക്രൈസ്തവ കൺസോളിഡേഷൻ, മറ്റു പല കാരണങ്ങളുണ്ട്. സംഭവിച്ചാൽ ഫുൾ ക്രെഡിറ്റ് വെള്ളാപ്പള്ളി നടേശന് കൊടുക്കണം. ഞാൻ അവസാനമായി, ഇപ്പം ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ, 20 മണിക്കൂറിൽ താഴെ, ഒരു പ്രവചനത്തിന് തയ്യാറുണ്ടോ?
ഒരു പ്രവചനത്തിന് നമുക്ക് മുമ്പിലുള്ള ഡേറ്റ വെച്ച് മാത്രമല്ലേ സംസാരിക്കാൻ പറ്റൂ. അപ്പൊ ഇത് പ്രവചനം എന്ന നിലയിലല്ല, മറിച്ച് ആകെയുള്ള പൊതുവെയുള്ള ഒബ്സർവേഷൻ, മാധ്യമങ്ങൾ കൂറിയിടുന്ന ചിത്രങ്ങൾ, അഭിപ്രായ സർവേകൾ, അതുപോലെ തന്നെ ഏറ്റവും വൈകി വന്ന എക്സിറ്റ് പോളുകൾ, അതെല്ലാം കൂടി കൂട്ടിക്കുഴച്ച് നോക്കുമ്പോഴും പൊതുവികാരം പരിഗണിക്കുമ്പോഴും ആന്റി ഇൻകംബൻസി ഉറപ്പായി ഉണ്ട്. പിന്നെ വിഷയങ്ങൾ കൈകാര്യം ചെയ്തതിൽ ഇടതുപക്ഷത്തിന് പറ്റിയ പാളിച്ചയുണ്ട്. UDF മുന്നോട്ട് വെച്ച ആ ഒരു ഫോർമുല ഒരു പരിധിവരെ ജനങ്ങൾക്ക് സ്വീകാര്യമാണ്. അതേസമയം UDFനെ പൂർണ്ണമായി വിശ്വസിക്കാൻ ജനങ്ങൾ തയ്യാറാവില്ല. കാരണം കോൺഗ്രസിനുള്ളിലെ പടലപിണക്കങ്ങൾ, ഒരു ഏകോപനമില്ലായ്മ, ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സംസ്ഥാനത്തെ നയിക്കാനുള്ള UDFന്റെ ഒരു കപ്പാസിറ്റി മുസ്ലിങ്ങൾ കേരളം കൊണ്ടുപോകുന്നു എന്ന ഇടതുപക്ഷത്തിന്റെ പ്രചരണം, അതിനെ തുച്ഛീകരിച്ച് കാണാനാവില്ല. ഹിന്ദു കൺസോളിഡേഷൻ ഒന്നും ഉണ്ടായില്ല എങ്കിൽ പോലും നായർ ഈഴവ കമ്മ്യൂണിറ്റികൾ ഒരുപക്ഷെ ലേശം മാറി ചിന്തിക്കാൻ സാധ്യതയുണ്ട്. കാരണം മുസ്ലിം ലീഗ് 5ാം മന്ത്രി സ്ഥാനം, 6ാം മന്ത്രി സ്ഥാനം, ഉപമുഖ്യമന്ത്രി സ്ഥാനം, കണ്ണായ വകുപ്പുകൾ, താക്കോൽ സ്ഥാനങ്ങൾ എന്നെല്ലാം പറഞ്ഞ് മുന്നോട്ട് വരും എന്ന പൊതുചിന്തയുണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ കൺസോളിഡേഷൻ ഒരു വശത്ത് ഉണ്ടാകുമ്പോൾ ഭൂരിപക്ഷ സമുദായത്തിന്റെ ചെറിയ ഏകീകരണം മറുപക്ഷത്തും ഉണ്ടാകാം. ഇതിലൊന്നും BJPക്ക് കാര്യമായ സ്ഥാനം ഇല്ലാതെ പോകുന്നു. സെലക്ട് മണ്ഡലങ്ങളിൽ അല്ലാതെ, അർബൻ മെട്രോപൊളിറ്റൻ സെന്റേഴ്സിൽ അല്ലാതെ ഭാരതീയ ജനതാ പാർട്ടിക്കോ NDAക്കോ വലിയ പ്രഭാവം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അന്തിമ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കാരണം ആദ്യം വലിയ പ്രതീക്ഷയാണ്. വലിയ ഒരു ത്രികോണ മത്സരത്തിന്റെ അന്തരീക്ഷം ആദ്യഘട്ടത്തിൽ ഉണ്ടായി എങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ഘട്ടത്തിലെത്തി. ഇപ്പോൾ ഇതാ വോട്ടെണ്ണലിന്റെ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ BJPയുടെ നേതാക്കൾ പോലും ഒരു 10 സീറ്റ് കൂടുതൽ അവർക്ക് കിട്ടുമെന്ന് പറയുന്നില്ല എന്നതുകൊണ്ട് കാര്യമായൊരു സൂചന LDFന്റെ ക്യാമ്പുകൾ മ്ലാനമാണ് ഈ നിമിഷത്തിൽ. കാരണം നാളെ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാൻ വയ്യ. അതുകൊണ്ടാണ് പ്രചാരണത്തിന് സാധ്യമല്ല. ശരീരഭാഷ നോക്കുമ്പോൾ LDF പൊതുവെ ആത്മവിശ്വാസം പറയുമ്പോഴും കാര്യമായ ഒരു നീക്കം ആ ക്യാമ്പിലില്ല. കാര്യമായ ആവേശ ദിനത്തുകൾ കാണാനുമില്ല. ഞങ്ങൾക്കൊപ്പം ചേർന്നതിന് എന്തായാലും ഈ പറഞ്ഞതുപോലെ ഒരു നമ്പറിലേക്ക് അദ്ദേഹം കടന്നില്ല, പക്ഷെ അതിന്റെ ഒരു വിശകലനമാണ് നടത്തി തന്നത്. വളരെയധികം നന്ദി ഞങ്ങൾക്കൊപ്പം അതിഥിയായി ചേർന്നതിന്.